ഇന്ന് രാത്രി 7:15 രാഷ്ട്രപതി ഭവനിൽ സത്യപ്രതിജ്ഞ ചെയ്ത് നരേന്ദ്രമോദിയുടെ മൂന്നാം സർക്കാരിന്റെ ഭാഗമാകുന്നവരുടെ കൂട്ടത്തിൽ കേരളത്തിൽ നിന്ന് സുരേഷ് ഗോപി ഉണ്ടാകും എന്ന് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. 12:30 ഫ്ലൈറ്റിന് സുരേഷ് ഗോപി ഡൽഹിയിലേക്ക് തിരിക്കും. സുരേഷ് ഗോപിയുടെ തിരുവനന്തപുരം ശാസ്തമംഗലത്തെ വസതിക്ക് മുന്നിലുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. യാത്രയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. സുരേഷ് ഗോപിയുടെ ഭാര്യയും അമ്മയും ഈ യാത്രയിൽ അദ്ദേഹത്തെ അനുഗമിക്കുന്നുണ്ട്. സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയാകാൻ പോകുന്നു. സത്യപ്രതിജ്ഞ ചടങ്ങ് രാത്രി 7:15 നരേന്ദ്രമോദി നേരിട്ട് ഉടൻ തന്നെ ഡൽഹിയിൽ എത്തണമെന്ന് ആവശ്യപ്പെട്ടു. അതിനെ തുടർന്നാണ് താൻ ഇപ്പോൾ യാത്ര തിരിക്കുന്നത് എന്ന് സുരേഷ് ഗോപി 24-നെ അറിയിച്ചിട്ടുണ്ട്. മാത്രമല്ല, അദ്ദേഹത്തിന് 4 പ്രൊജക്ടുകൾ പൂർത്തിയാക്കാനുള്ളതുകൊണ്ട് ആദ്യഘട്ടത്തിൽ മന്ത്രിസഭയുടെ ഭാഗമാകണ്ട എന്ന ഒരു തീരുമാനത്തിലായിരുന്നു. പക്ഷേ നരേന്ദ്രമോദിയുടെ നിർബന്ധമുണ്ടായിരിക്കുന്ന സാഹചര്യത്തിൽ നിയുക്ത പ്രധാനമന്ത്രി ഉടൻ തന്നെ ഡൽഹിയിൽ എത്താൻ ആവശ്യപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് 12:30 ഫ്ലൈറ്റിൽ പോകാൻ അദ്ദേഹം തീരുമാനിച്ചിരിക്കുന്നത്. ഉച്ചയ്ക്ക് 12:30 ഡൽഹി യാത്ര. ഉടൻ എത്താൻ ആവശ്യപ്പെട്ടു എന്നാണ് സുരേഷ് ഗോപി പറഞ്ഞിരിക്കുന്നത്. രാഷ്ട്രപതി ഭവനിൽ നിന്നും ഔദ്യോഗിക ക്ഷണവും സുരേഷ് ഗോപിക്ക് ലഭിച്ചിട്ടുണ്ട്. രാധാകൃഷ്ണൻ ഞങ്ങളുടെ പ്രതിനിധി ഉണ്ട് ഡൽഹിയിൽ നിന്ന്. രാവിലെ മുതൽ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു സുരേഷ് ഗോപി എന്തായാലും ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യുമെന്നത്. അപ്പോഴും അനിശ്ചിതത്വവും അവ്യക്തതയും ഒക്കെ നിലനിൽക്കുകയായിരുന്നു. പക്ഷേ 12:30 ഫ്ലൈറ്റിൽ സുരേഷ് ഗോപി ഡൽഹിയിലേക്ക് പുറപ്പെടുമെന്ന് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. രാഷ്ട്രപതി ഭവനിൽ നിന്ന് ഉള്ള ഔദ്യോഗിക ക്ഷണം ലഭിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് വിശദാംശങ്ങൾ? ഗോപി, ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, ഈ 9 മണി മുതലാണ് ഈ ഔദ്യോഗികമായിട്ട് ഈ ക്ഷണം, ഈ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകളെ ക്ഷണിച്ചുകൊണ്ട് രാഷ്ട്രപതി ഭവൻ അവരെ വിളിച്ചു തുടങ്ങിയത്. അതിന്റെ അടിസ്ഥാനത്തിൽ സുരേഷ് ഗോപിയുടെ പേരിലേക്ക് എത്തുന്നത് ഏതാണ്ട് 1 മണിക്കൂർ മുമ്പാണ് എന്നതാണ് ഇപ്പോൾ നമുക്ക് രാഷ്ട്രപതി ഭവനിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ പട്ടികയിൽ സുരേഷ് ഗോപിയുടെ പേര് ഉണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ക്ഷണിച്ചിട്ടുണ്ട് എന്നതാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. അദ്ദേഹത്തിന്റെ ക്യാബിനറ്റ് മന്ത്രിപദമാണോ എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. ഏതായാലും അദ്ദേഹത്തിന്റെ പേര് ആ പട്ടികയിലുണ്ട്. ആ പട്ടികയിൽ പേരുള്ളതിന്റെ അടിസ്ഥാനത്തിൽ രാഷ്ട്രപതി ഭവന്റെ സന്ദേശം സുരേഷ് ഗോപിക്ക് കൈമാറിയിട്ടുണ്ട്. ഡൽഹിയിൽ എത്താനായിട്ടുള്ള ക്ഷണമാണ്, സത്യപ്രതിജ്ഞയിൽ പങ്കെടുക്കാനായിട്ടുള്ള നിർദ്ദേശമാണ് അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ രാഷ്ട്രപതി ഭവൻ അവരുടെ നടപടികൾ പൂർത്തിയാക്കിയിരിക്കുകയാണ്. ലഭ്യമായ സൂചനകൾ അനുസരിച്ച് BJP നേതാക്കൾ രാവിലെ മുതൽ തന്നെ പറഞ്ഞു വരുന്നതും സാങ്കേതികമായിട്ടുള്ള ചില ആശയവിനിമയ പിശകുകൾ, അതിന്റെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ള ഏതെങ്കിലും ധാരണാക്കുഴപ്പങ്ങളാകാം ആ വിധത്തിലുള്ള ഒരു വാർത്തയ്ക്ക് പിന്നിൽ എന്നുള്ളതായിരുന്നു. അതിനെ ശരിവയ്ക്കുന്ന വിധത്തിലാണ് ഇപ്പോഴത്തെ നടപടികൾ മുന്നോട്ട് പോകുന്നത്. പ്രധാനമന്ത്രിയുടെ ചായ സൽക്കാരത്തിന് ഒരുപക്ഷെ അദ്ദേഹത്തിന് പങ്കെടുക്കാൻ പറ്റിയില്ലെങ്കിലും അദ്ദേഹം ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിന്റെ ഭാഗമാകാൻ പറ്റുന്ന വിധത്തിൽ അദ്ദേഹത്തിന് ഡൽഹിയിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കും. തീർച്ചയായിട്ടും ഇത്തവണ ഈ സർക്കാർ രൂപീകരിക്കുമ്പോൾ BJPയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട രീതിയിൽ ചൂണ്ടിക്കാട്ടുന്ന ഒന്ന് കേരളത്തിൽ നിന്ന് അവർക്കുണ്ടായിരിക്കുന്ന ഈ സ്ഥാനലബ്ധി തന്നെയാണ്. പല ഇടങ്ങളിലും BJPയുടെ ശക്തി കേന്ദ്രങ്ങളിൽ കൊഴിഞ്ഞുപോക്ക് ഉണ്ടാകുമ്പോൾ അഥവാ തിരിച്ചടികൾ ഉണ്ടാകുമ്പോൾ കേരളത്തെ പോലെയുള്ള ചില സംസ്ഥാനങ്ങളെ മുന്നിൽ നിർത്തി, കേരളം, ഒഡീഷ അടക്കമുള്ള സംസ്ഥാനങ്ങളെ മുന്നിൽ നിർത്തി BJP വളരെ ശക്തമായിട്ടുള്ള പ്രചരണം സംഘടിപ്പിച്ചു വരികയാണ്. ആ ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും സുരേഷ് ഗോപിയെ പോലെയുള്ള ഒരാളുടെ അസാന്നിധ്യം ദേശീയ നേതൃത്വം ആഗ്രഹിക്കില്ല. അത് കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് പ്രധാനമന്ത്രി കൂടി അദ്ദേഹത്തെ വിളിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ഡൽഹിയിലേക്ക് എത്തണം എന്ന നിർദ്ദേശം നൽകിയിരിക്കുന്നു എന്ന വിധത്തിലേക്ക് തീരുമാനങ്ങൾ മാറുന്നത്. സുരേഷ് ഗോപി സത്യപ്രതിജ്ഞ ചടങ്ങിന്റെ ഭാഗമായി മാറും. അദ്ദേഹം ഡൽഹിയിൽ എത്തും. ഏതാണ്ട് 12:30 അവിടെ നിന്ന് പുറപ്പെട്ടാൽ ഒരു 3 മണിക്കൂർ അഥവാ 4 മണിക്കൂറിനുള്ളിൽ അദ്ദേഹത്തിന് ഡൽഹിയിൽ എത്തിച്ചേരാൻ സാധിക്കുന്നതേ ഉള്ളൂ. നമുക്ക് ലഭ്യമാകുന്ന മറ്റൊരു വിവരം, ഈ ചായ സൽക്കാരം 4 മണി സമയത്ത് ചില MP-മാരെ, ഡൽഹിയിലില്ലാത്ത ചില MP-മാരെ, നിയുക്ത MP-മാരെ, മന്ത്രിസഭയുടെ ഭാഗമാകുന്നവരെ വീണ്ടും ഒരു വട്ടം കൂടി കണ്ടേക്കും എന്ന വിധത്തിലുള്ള ഒരു സൂചനയും വരുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ നേരത്തെ എയർപോർട്ടിൽ നിന്ന് നേരെ സുരേഷ് ഗോപിക്ക് പ്രധാനമന്ത്രിയെ സന്ദർശിക്കാനായിട്ടുള്ള ഒരു അവസരമായിരിക്കും അങ്ങനെ ഉണ്ടാവുക. തുടർന്ന് 7:15 കൂടിയായിരിക്കും ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് എത്തുന്നത്. രാഷ്ട്രപതി ഭവനിൽ നിന്ന് ഈ സത്യപ്രതിജ്ഞയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ ചടങ്ങുകളുടെ ഭാഗമായിട്ട് എങ്ങനെ പങ്കെടുക്കണം, അതിനെല്ലാം ഒരു കൃത്യമായിട്ടുള്ള ഒരു മാർഗനിർദ്ദേശമുണ്ട്. അതടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിന് എത്തിച്ച് നൽകും. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആശയവിനിമയം നടക്കുന്നു എന്നുള്ളതും അറിയാനായി സാധിക്കുന്നുണ്ട്. ഏതായാലും താൻ ഡൽഹിയിലേക്ക് വരും എന്നത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അദ്ദേഹം സ്ഥിരീകരിച്ച് ദേശീയ നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. അപ്രകാരമാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടി ഗോപി, ഈ വകുപ്പ് വിഭജനവുമായി ബന്ധപ്പെട്ടിട്ട് BJPയുടെ പ്രധാനപ്പെട്ട ഒരു തീരുമാനം എന്ന രീതിയിൽ സുപ്രധാനമായിട്ടുള്ള വകുപ്പുകളെല്ലാം BJP തന്നെ കയ്യിൽ വയ്ക്കും എന്നുള്ളതാണ്. ആ വിധത്തിലാണ് തീരുമാനം എത്തിയിരിക്കുന്നത്. ധനകാര്യം, ആഭ്യന്തരം, ഒപ്പം
പ്രതിരോധം, വിദേശകാര്യം, ഈ വകുപ്പുകളുടെ കാര്യത്തിൽ ഏതെങ്കിലും വിധത്തിലുള്ള ഒരു പുനർവിചിന്തനം ഉണ്ടാകില്ല. അത് BJP തന്നെയായിരിക്കും കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. ഗോപി, ആർക്കെ ഈ സുരേഷ് ഗോപിക്ക് ഏത് വകുപ്പായിരിക്കും, ക്യാബിനറ്റ് റാങ്ക് ഉണ്ടാകുമോ എന്ന കാര്യത്തിലൊക്കെയാണല്ലോ ഇനി നമ്മുടെ ആകാംക്ഷ നിലനിൽക്കുന്നത്. സാംസ്കാരിക വകുപ്പോ അല്ലെങ്കിൽ ടൂറിസമോ ആയിരിക്കും സുരേഷ് ഗോപിക്ക് നൽകുക എന്ന ചില സൂചനകൾ വരുന്നുണ്ട്. അത് കേവലം അഭ്യൂഹം മാത്രമാണോ, അതിൽ എന്തെങ്കിലും ഒന്ന് നമുക്ക് സ്ഥിരീകരിക്കാൻ സാധ്യതയുണ്ടോ? വളരെ രസകരമാണ് ഈ ചോദ്യത്തിന് BJP ദേശീയ നേതൃത്വം കഴിഞ്ഞ ദിവസങ്ങളിൽ നൽകിയ മറുപടി. നമ്മൾ പലപ്പോഴും നമ്മുടെ ഒരു ജിജ്ഞാസ കൊണ്ട് BJPയുടെ മുതിർന്ന നേതാക്കളോട് ഈ ഡീബ്രീഫിങ്ങിനിടയിൽ ഇത്തരത്തിലുള്ള ഒരു ചോദ്യം ചോദിക്കും, നമ്മുടെ സുരേഷ് ഗോപിക്ക് എന്ത് വകുപ്പാണ് നൽകുന്നത് എന്നുള്ളത്. നമ്മുടെയൊക്കെ ഒരു ധാരണയുടെ അടിസ്ഥാനത്തിൽ സാംസ്കാരികമാണോ നൽകുന്നത്, സിനിമ അടക്കമുള്ള വകുപ്പുകളാണോ നൽകുന്നത് എന്ന് നമ്മൾ അഡ്വാൻസ് ആയിട്ട് ചോദ്യം ചോദിക്കുന്ന സമയത്ത് ഒരു പ്രധാനപ്പെട്ട നേതാവ് അദ്ദേഹം ഈ പ്രതികരിച്ചത് അദ്ദേഹത്തിന് ആഭ്യന്തര സഹമന്ത്രി പദം നൽകിയാൽ എങ്ങനെയിരിക്കും എന്നതടക്കമുള്ള ചോദ്യങ്ങൾ തിരിച്ചു ചോദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. തീർച്ചയായിട്ടും സുരേഷ് ഗോപിക്ക് സുപ്രധാനമായിട്ടുള്ള ഒരു വകുപ്പിലേക്കായിരിക്കും അദ്ദേഹത്തിന്റെ പേര് പരിഗണിക്കുക. അദ്ദേഹത്തിന്റെ താര ബലം BJPയെ സംബന്ധിച്ച് ദക്ഷിണേന്ത്യയിൽ വലിയ നേട്ടമുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമാണ് സുരേഷ് ഗോപി. അണ്ണാമലൈ അടക്കമുള്ള നേതാക്കളെ ദക്ഷിണേന്ത്യയിൽ നിന്ന് ഉയർത്തിക്കാട്ടുക BJPയെ സംബന്ധിച്ച് ഇനിയുള്ള കാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായി മാറുന്നു. ഉത്തരേന്ത്യക്ക് സമാനമായിട്ട് ദക്ഷിണേന്ത്യയിലും BJPയുടെ ഒരു സുശക്തമായിട്ടുള്ള ഒരു സംഘടനാ സംവിധാനം കെട്ടിപ്പടുക്കുക, അവിടെ നിന്ന് BJPക്ക് വ്യക്തമായിട്ടുള്ള നേട്ടം ഉണ്ടാക്കിയെടുക്കുക എന്ന ഒരു ലക്ഷ്യത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഈ വിധത്തിലുള്ള ഒരു തീരുമാനം. സുരേഷ് ഗോപിയുടെ വകുപ്പ് ഏതാണ് എന്നതിനെ സംബന്ധിച്ച് അന്തിമമായിട്ടുള്ള ഒരു ധാരണ രൂപപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്, നമുക്ക് അറിയാൻ പരസ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. ധാരണ രൂപപ്പെട്ടിട്ടുണ്ട്, അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹം രാഷ്ട്രപതി ഭവനെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ പരസ്യമായിട്ട് അത് ഏത് വകുപ്പാണ് എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു സൂചന നൽകാനായിട്ട് തയ്യാറാകുന്നില്ല, അഥവാ ആ വിധത്തിലുള്ള ഒരു വിവരം വരുന്നില്ല എന്നുള്ളതാണ്. പരിസ്ഥിതി അടക്കമുള്ള വകുപ്പുകളിലേക്കും സുരേഷ് ഗോപിയുടെ പേര് പരിഗണിക്കപ്പെട്ടേക്കും എന്നും അറിയാൻ സാധിക്കുന്നുണ്ട്. ഗോപി, ശരി. ആർ രാധാകൃഷ്ണനാണ് ഡൽഹിയിൽ നിന്ന് ഈ സുപ്രധാനമായ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ നിന്ന് ആദ്യമായി ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട BJP അംഗം എന്ന നിലയിൽ സുപ്രധാനമായ വകുപ്പാണ് സുരേഷ് ഗോപിയെ കാത്തിരിക്കുന്നത് എന്ന് നമുക്ക് ഉറപ്പിക്കാം. അത് ഏത് വകുപ്പായിരിക്കും എന്ന കാര്യത്തിലുള്ള അനിശ്ചിതത്വവും അവ്യക്തതയും നിലനിൽക്കുന്നുണ്ട് എങ്കിൽ പോലും സുരേഷ് ഗോപിയുടെ കേന്ദ്രമന്ത്രിയായിട്ടുള്ള സത്യപ്രതിജ്ഞ എന്നത് ഇപ്പോൾ കഴിഞ്ഞ ഏതാനും നിമിഷങ്ങൾ വരെ അനിശ്ചിതത്വത്തിലായിരുന്നു. പക്ഷേ ഇപ്പോൾ അതിന് വ്യക്തത വന്നിരിക്കുന്നു, ക്ലാരിറ്റി ഉണ്ടായിരിക്കുന്നു. സുരേഷ് ഗോപിയെ 12:30 ഫ്ലൈറ്റിൽ ഡൽഹിയിലേക്ക് തിരിക്കും. അദ്ദേഹത്തിന്റെ ഭാര്യയും അമ്മയും അദ്ദേഹത്തെ അനുഗമിക്കും. സത്യപ്രതിജ്ഞയിൽ പങ്കെടുക്കാൻ വളരെ വേഗം ഡൽഹിയിലേക്ക് എത്തണമെന്ന് നിയുക്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവശ്യപ്പെട്ടതനുസരിച്ചാണ് സുരേഷ് ഗോപി പെട്ടെന്ന് തന്നെ ഡൽഹിയിലേക്ക് തിരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതിന് തൊട്ടു മുൻപ് വരെ സുരേഷ് ഗോപിയുടെ മനസ്സ് ഏതാണ്ട് പകുതി 50-50 എന്ന നിലയിലായിരുന്നു. കാരണം അദ്ദേഹത്തിന് 4 പ്രൊജക്റ്റുകൾ പൂർത്തിയാക്കാനുണ്ട്. അതുകൊണ്ട് ആദ്യഘട്ടത്തിൽ കേന്ദ്രമന്ത്രിസഭയിലേക്ക് ഇല്ല എന്ന ഒരു നിലപാടായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. മാത്രമല്ല അദ്ദേഹം ആ നിലപാട് BJPയുടെ കേന്ദ്ര നേതൃത്വത്തെ അറിയിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ നിയുക്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേരിട്ടുള്ള നിർബന്ധം വന്നിരിക്കുന്ന സാഹചര്യത്തിൽ താൻ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കാൻ പോകുന്നു എന്ന വിവരം വന്നു കഴിഞ്ഞു. സുരേഷ് ഗോപി ആ കാര്യം 24നെ അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഭാര്യയും അമ്മയും ഈ യാത്രയിൽ ഡൽഹിയിലേക്ക് അദ്ദേഹത്തെ അനുഗമിക്കും എന്ന വിവരവും അദ്ദേഹം 24മായി പങ്കുവച്ചിട്ടുണ്ട്. തിരുവനന്തപുരം ശാസ്തമംഗലത്തെ സുരേഷ് ഗോപിയുടെ വസതിക്ക് മുന്നിലുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് കുറച്ച് മണിക്കൂറുകളായി നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്നുണ്ട്. കാരണം ഈ ദൃശ്യങ്ങൾ തന്നെ കാണിച്ചിരുന്നത് ഇതിലുള്ള അനിശ്ചിതത്വമായിരുന്നു. കേരളത്തിൽ നിന്നുള്ള നിയുക്ത കേന്ദ്രമന്ത്രിയായി സുരേഷ് ഗോപി ഡൽഹിയിലേക്ക് പോകുമോ എന്ന കാര്യത്തിൽ ചില അവ്യക്തതകൾ നിലനിന്നിരുന്നു. ആ അവ്യക്തതകളും അനിശ്ചിതത്വങ്ങൾക്കും വിരാമമാവുകയാണ്. തിരശ്ശീല മാറിക്കഴിഞ്ഞിരിക്കുന്നു. കാര്യങ്ങൾ കുറെ കൂടി വ്യക്തതയിലേക്ക് എത്തുകയാണ്, ഫോക്കസിലേക്ക് എത്തുന്നു. സുരേഷ് ഗോപിയുടെ വിജയത്തെ വലിയ വിജയമായി തന്നെയാണ് BJP കാണുന്നത്. കാരണം ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പ്രത്യേകിച്ച് കേരളത്തിൽ BJPക്ക് ഒരു അക്കൗണ്ട് തുറക്കാൻ കഴിഞ്ഞു ലോക്സഭയിലേക്ക് എന്നത് വലിയ നേട്ടമായി BJP നേതൃത്വം കാണുന്നുണ്ട്. അതിനുള്ള അത് എത്രത്തോളം BJPയുടെ കേന്ദ്ര നേതൃത്വത്തിന്റെ പരിഗണനയിലുണ്ട് എന്നതിന്റെ തെളിവാണ് സുരേഷ് ഗോപിക്ക് സുപ്രധാനമായ വകുപ്പ് നൽകിക്കൊണ്ട് കേന്ദ്രമന്ത്രിസഭയുടെ ഭാഗമാക്കാനുള്ള തീരുമാനം എന്നാണ് ആർ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. അതേസമയം വകുപ്പ് ഏതായിരിക്കും എന്ന കാര്യത്തിലും ക്യാബിനറ്റ് റാങ്ക് ലഭിക്കുമോ എന്ന കാര്യത്തിലും ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ല. സാംസ്കാരികമോ ടൂറിസമോ ആയിരിക്കും സുരേഷ് ഗോപിക്ക് നൽകുക എന്നത് നിലവിലെ സാഹചര്യത്തിൽ അഭ്യൂഹം മാത്രമാണ്. പക്ഷേ അദ്ദേഹത്തിന് കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി സ്ഥാനം നൽകിയാൽ എന്തായിരിക്കും എന്നൊക്കെ ചില
BJP നേതാക്കൾ മറുപടിയായി ചോദിച്ചു എന്ന കാര്യം ആർ രാധാകൃഷ്ണന്റെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഏതായാലും സുപ്രധാനമായ ഒരു വകുപ്പിൽ സുരേഷ് ഗോപിക്ക് അർഹമായ ഒരു പ്രാതിനിധ്യം നൽകും എന്നുള്ളത് ഉറപ്പാണ്. അതോടൊപ്പം നേരത്തെ പുറത്തു വന്ന മറ്റൊരു വാർത്തയായിരുന്നു ജോർജ് കുര്യനെയും മന്ത്രിസഭയിലേക്ക് പരിഗണിക്കുന്നുണ്ട് കേരളത്തിൽ നിന്ന് എന്ന വിവരം. കാരണം ന്യൂനപക്ഷ പ്രാതിനിധ്യം, പ്രത്യേകിച്ച് ക്രൈസ്തവ ന്യൂനപക്ഷ പ്രാതിനിധ്യം മന്ത്രിസഭയിൽ ഉണ്ടാകണം എന്ന ഒരു നിർബന്ധം BJPക്ക് ഉള്ളതായുള്ള വിവരങ്ങൾ വന്നിരുന്നു. പ്രത്യേകിച്ച് BJPക്ക് 11 അസംബ്ലി മണ്ഡലങ്ങളിൽ മുന്നേറ്റം നടത്താൻ സഹായകരമായതും ആദ്യമായി തൃശ്ശൂരിൽ നിന്ന് ലോക്സഭയിലേക്ക് ഒരു സീറ്റ് ഉണ്ടായതും ക്രൈസ്തവ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ പിന്തുണയോടെയാണ് എന്ന് മനസ്സിലാക്കി ക്രൈസ്തവ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് ഒരു പ്രാതിനിധ്യം മന്ത്രിസഭയിൽ നൽകണം എന്ന നിർദ്ദേശമുണ്ടായിരുന്നു. ഇപ്പോൾ സുരേഷ് ഗോപിയുടെ ഭാര്യ രാധികയെ നമുക്ക് ദൃശ്യങ്ങളിൽ ഒരു മിന്നായം പോലെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അവർ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പോവുകയാണ്. സുരേഷ് ഗോപിയുടെ അമ്മയും ഭാര്യയും അദ്ദേഹത്തെ അനുഗമിക്കുന്നുണ്ട്. ദൃശ്യങ്ങൾ നമുക്ക് കാണാം. ഡൽഹിയിലേക്ക് യാത്ര തിരിക്കുന്നതിൻ്റെ പുഞ്ചിരിച്ച മുഖവുമായി അമ്മയും ഭാര്യയും ഒക്കെ വാഹനങ്ങളിൽ കയറുകയാണ്. അല്പസമയത്തിനകം സുരേഷ് ഗോപി ഇറങ്ങുന്നു. സുരേഷ് ഗോപി നിയുക്ത കേന്ദ്രമന്ത്രി, കേരളത്തിലെ BJPക്ക് ലോക്സഭയിലേക്ക് ആദ്യമായി ഒരു സ്ഥാനം നേടിക്കൊടുത്ത ആ പദവിയുടെ അലങ്കാരങ്ങളോട് കൂടിയാണ് കേന്ദ്രമന്ത്രിസഭയുടെ ഭാഗമാകാൻ സുരേഷ് ഗോപി തിരിക്കുന്നത്. അദ്ദേഹം കേന്ദ്രമന്ത്രിസഭയുടെ ഭാഗമാകുമെന്ന് ഉറപ്പായിരിക്കുന്നു. ഉടൻ തന്നെ ഡൽഹിയിലേക്ക് എത്താൻ പ്രധാനമന്ത്രിയുടെ നേരിട്ടുള്ള നിർബന്ധം ഉണ്ടായിരിക്കുന്നു. രാഷ്ട്രപതി ഭവനിൽ നിന്ന് ഔദ്യോഗികമായ ക്ഷണവും സുരേഷ് ഗോപിക്ക് ലഭിച്ചു കഴിഞ്ഞു. അദ്ദേഹം കേന്ദ്രമന്ത്രിയാകാൻ പോകുന്നു. നിയുക്ത കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്ക് അഭിവാദ്യം അർപ്പിക്കാൻ ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ എയർപോർട്ടിൽ BJP പ്രവർത്തകർ എത്തുമായിരിക്കും. അദ്ദേഹം 12:30 ഫ്ലൈറ്റിനാണ് സുരേഷ് ഗോപിയിലേക്ക് പോകുന്നത്. ഡൽഹിയിലേക്ക് പോകുന്നത്. അതിപ്പോ ഞാൻ MP ആയിരുന്നാലും അങ്ങനെ തന്നെയാണെന്ന് പറഞ്ഞു. കേരളത്തിനും തമിഴ്നാടിനും വേണ്ടി വർത്തിക്കുന്ന MP ആയിരിക്കും. അതിന്റെ പ്രചരണ യോഗങ്ങളിൽ ഒരു 99% യോഗങ്ങളിൽ തൃശ്ശൂരിലെ ജനങ്ങളോട് അവരത് കൈയടിച്ച് പാസ്സാക്കുകയും ചെയ്തു. എനിക്കറിയത്തില്ല, എനിക്കൊന്നും അറിയത്തില്ല. അദ്ദേഹമാണ് തീരുമാനിച്ചിരിക്കുന്ന അദ്ദേഹമാണ് ഉടനെ എത്താൻ പറഞ്ഞു. 11:30 വീട്ടിലെത്തണമെന്ന് പറഞ്ഞു. പ്രധാനമന്ത്രിയുടെ തീരുമാനത്തിന് താൻ വഴങ്ങുകയാണ് എന്നാണ് സുരേഷ് ഗോപിയുടെ പ്രതികരണം. ഈ നിർണായക മണിക്കൂറിൽ അദ്ദേഹം നിയുക്ത കേന്ദ്രമന്ത്രിയായി ഡൽഹിയിലേക്ക് പറക്കുകയാണ്. ഭാര്യയും അമ്മയും അദ്ദേഹത്തെ അനുഗമിക്കുന്നുണ്ട്. ആ ദൃശ്യങ്ങൾ ഇപ്പോൾ നമ്മൾ കണ്ടു. തിരുവനന്തപുരം ശാസ്തമംഗലത്തെ അദ്ദേഹത്തിന്റെ വസതിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ് സുരേഷ് ഗോപി. So there cannot be hindrances or variation of thoughts. I am obeying my Home Minister, my leader, my national leader. Is there any information about the department? Just leave to the office. Okay. Okay. So, okay. Thank you. വകുപ്പുകൾ സംബന്ധിച്ച് എന്തെങ്കിലും വിവരങ്ങൾ കിട്ടിയിട്ടുണ്ടോ, സൂചനകൾ കിട്ടിയിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് അതെല്ലാം അദ്ദേഹം തീരുമാനിക്കും എന്നാണ് നിയുക്ത പ്രധാനമന്ത്രിയെ സൂചിപ്പിച്ചുകൊണ്ട് സുരേഷ് ഗോപി പറഞ്ഞിരിക്കുന്നത്. നിയുക്ത കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അദ്ദേഹം ഡൽഹിയിലേക്ക് യാത്ര തിരിക്കുകയാണ്. ഭാര്യയും അമ്മയും അദ്ദേഹത്തെ അനുഗമിക്കുന്നുണ്ട്. രാത്രി 7:15 രാഷ്ട്രപതി ഭവനിൽ നടക്കുന്ന സത്യപ്രതിജ്ഞ ചടങ്ങിൽ സുരേഷ് ഗോപി ഭാഗമാവുകയും അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്ത് നരേന്ദ്രമോദിയുടെ 3ാം മന്ത്രിസഭയിൽ അംഗമാവുകയും ചെയ്യും. MG പ്രതീഷ് ഞങ്ങളുടെ പ്രതിനിധിയുണ്ട്. പ്രതീഷ്, എന്താണ് സുരേഷ് ഗോപി പ്രതികരിച്ചത്? ഗോപികൃഷ്ണൻ, സുരേഷ് ഗോപി തിരുവനന്തപുരത്തെ വീട്ടിൽ നിന്ന് എയർപോർട്ടിലേക്ക് പോയിട്ടുണ്ട്. അദ്ദേഹം പ്രധാനമായും പറഞ്ഞത് എത്രയും വേഗം ഡൽഹിയിലെത്താൻ നിയുക്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർദ്ദേശിക്കുകയായിരുന്നു എന്നതാണ്. ബാക്കിയെല്ലാം ദേശീയ നേതൃത്വത്തിന്റെയും നരേന്ദ്രമോദിയുടെയും തീരുമാനങ്ങളായിരിക്കുമെന്ന ഒരു മറുപടി മാത്രമാണ് നിലവിൽ സുരേഷ് ഗോപി നൽകിയിരിക്കുന്നത്. കേന്ദ്രമന്ത്രി പദത്തിലെത്തുമോ, ക്യാബിനറ്റ് റാങ്ക് ലഭിക്കുമോ, ഏത് വകുപ്പായിരിക്കുമെന്ന കാര്യത്തിൽ കൃത്യമായൊരു സ്ഥിരീകരണം അല്ലെങ്കിൽ ഒരു മറുപടി സുരേഷ് ഗോപിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല. തന്നോട് എത്രയും വേഗം അവിടെ എത്താൻ പറഞ്ഞു എന്നതാണ് സുരേഷ് ഗോപി പറഞ്ഞിരിക്കുന്ന കാര്യം. വലിയ തരത്തിലൊരു ആകാംക്ഷ ഉണ്ടായിരുന്നു. കാരണം സുരേഷ് ഗോപി ഡൽഹിയിലേക്ക് പോകുമെന്ന കാര്യത്തിൽ പോലും ഒരു സ്ഥിരീകരണം ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. അവിടെ നിന്നാണ് ആ സസ്പെൻസുകൾ ഓരോന്നായി പൊളിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ രാവിലെ ഇവിടെ എത്തുമ്പോൾ പോലും ഈ സുരേഷ് ഗോപിയുടെ വീട് അടഞ്ഞു കിടക്കുകയായിരുന്നു. പിന്നീടാണ് നരേന്ദ്രമോദി നേരിട്ട് സുരേഷ് ഗോപിയെ വിളിക്കുകയും ഡൽഹിയിലെത്താൻ നിർദ്ദേശം നൽകുകയും ചെയ്തിരിക്കുന്നത്. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് സുരേഷ് ഗോപിയും അമ്മയും ഭാര്യയും നിലവിൽ ഡൽഹിയിലേക്ക് പുറപ്പെട്ടിരിക്കുന്നത്. 12:30 തിരുവനന്തപുരത്ത് നിന്ന് ഡൽഹിയിലേക്ക് വിമാനമുള്ളത്. ഈ
ഈ വിമാനത്തിലായിരിക്കും 3 പേരും പോകുന്നത്. ഡൽഹിയിൽ എത്തിയ ശേഷം മറ്റ് നടപടികൾ അല്ലെങ്കിൽ മറ്റ് തീരുമാനങ്ങൾ ഉണ്ടാകുമെന്നതാണ് സുരേഷ് ഗോപി പറയുന്ന കാര്യം. കേന്ദ്രമന്ത്രി പദത്തിലെത്തുമോ, ഏതൊക്കെ വകുപ്പുകളായിരിക്കുമെന്നതടക്കമുള്ള കാര്യങ്ങൾ ചോദിച്ചെങ്കിലും അതിന് കൃത്യമായൊരു മറുപടി സുരേഷ് ഗോപിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല. എന്തായാലും സുരേഷ് ഗോപി ഡൽഹിയിലേക്ക് പോയിരിക്കുന്നു. തൃശൂരിൽ കേരളത്തിൽ ആദ്യമായി അക്കൗണ്ട് തുറന്ന വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ആ നിലയിൽ കേന്ദ്രമന്ത്രി സ്ഥാനത്തേക്ക് സുരേഷ് ഗോപിയെ പരിഗണിക്കുമെന്നും കേന്ദ്രമന്ത്രി പദത്തിലെത്തുമെന്ന കാര്യത്തിൽ ഇതിനോടകം തന്നെ ഏകദേശം ഉറപ്പുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും തിടുക്കപ്പെട്ട സുരേഷ് ഗോപിയെ തിരുവനന്തപുരത്ത് നിന്ന് ഡൽഹിയിലേക്ക് വിളിപ്പിക്കുകയും ചെയ്തിരിക്കുന്നത്. ഒപ്പം രാഷ്ട്രപതിക്ക് കൈമാറിയ പട്ടികയിലും സുരേഷ് ഗോപിയുടെ പേരുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി ഒരു കേന്ദ്രമന്ത്രി പദത്തിൽ സുരേഷ് ഗോപി എത്തുമെന്ന കാര്യത്തിൽ ഏകദേശം ഉറപ്പായി കഴിഞ്ഞു. പക്ഷേ ക്യാബിനറ്റ് റാങ്കോടെയുള്ള പദവി ആയിരിക്കുമോ, ഏതൊക്കെ വകുപ്പുകളായിരിക്കും എന്ന കാര്യത്തിൽ മാത്രമാണ് ഇനി ആകാംക്ഷ ഉള്ളത്. ഇക്കാര്യത്തിൽ ദേശീയ നേതൃത്വമായിരിക്കും അന്തിമ തീരുമാനമെടുക്കുന്നത്. എത്രയും വേഗം തന്റെ വസതിയിലെത്താൻ നരേന്ദ്രമോദി നിർദ്ദേശിക്കുകയായിരുന്നു എന്നതാണ് സുരേഷ് ഗോപി ഇപ്പോൾ മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്ന കാര്യം. ബാക്കി എല്ലാ കാര്യങ്ങളും പിന്നീട് പ്രതികരിക്കാമെന്നും സുരേഷ് ഗോപി പറഞ്ഞിട്ടുണ്ട്. എന്തായാലും അല്പസമയം മുമ്പ് സുരേഷ് ഗോപി തിരുവനന്തപുരം ശാസ്തമംഗലത്തെ വീട്ടിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്. 12:30 ഈ വിമാനം ഉള്ളത്. ഇതോടുകൂടി തന്നെ വൈകിട്ടോടുകൂടി 4 മണിക്ക് ചായൽ സൽക്കാരം നടക്കുന്നുണ്ട്. ഇതിലടക്കം സുരേഷ് ഗോപി പങ്കെടുക്കുമെന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. എന്തായാലും വലിയ ആകാംക്ഷയുടെ മണിക്കൂറുകളായിരുന്നു കടന്നു പോയിരുന്നത്. ഈ രാവിലെ 6 മണിയോടുകൂടി തന്നെ സുരേഷ് ഗോപി തിരുവനന്തപുരത്ത് നിന്ന് ഡൽഹിയിലേക്ക് പുറപ്പെടുമെന്നായിരുന്നു ആദ്യഘട്ടത്തിൽ മനസ്സിലായിരുന്നത്. പക്ഷേ സുരേഷ് ഗോപി എയർപോർട്ടിൽ എത്തിയിരുന്നില്ല. പിന്നീട് 8:30 മുംബൈയിൽ നിന്ന് ഡൽഹിയിലേക്ക് കണക്ഷൻ ഫ്ലൈറ്റിൽ പോകുമെന്നൊരു സൂചന ലഭിച്ചെങ്കിലും അതും നടന്നിരുന്നില്ല. പിന്നീടാണ് മാധ്യമപ്രവർത്തകരെല്ലാം സുരേഷ് ഗോപിയുടെ വീട്ടിലെത്തുമ്പോൾ പോലും വീട് അടഞ്ഞ നിലയിലായിരുന്നു. അദ്ദേഹത്തെ ഫോണിൽ ബന്ധപ്പെടുമ്പോൾ ആദ്യഘട്ടത്തിൽ ഒന്നും തന്നെ പ്രതികരിച്ചിരുന്നില്ല. അദ്ദേഹത്തിന്റെ അടുപ്പമുള്ളവരോട് സംസാരിക്കുമ്പോഴും ഡൽഹിയിലേക്ക് പോകുമോ, കേന്ദ്രമന്ത്രിയാകുമോ എന്ന കാര്യത്തിലും യാതൊരു സ്ഥിരീകരണവും ഉണ്ടായിരുന്നില്ല. പക്ഷേ വളരെ പെട്ടെന്നാണ് കാര്യങ്ങൾ മറിഞ്ഞത്. ഇത് നരേന്ദ്രമോദി നേരിട്ട് വിളിച്ച് ഡൽഹിയിലെത്താൻ നിർദ്ദേശം നൽകിയതോടുകൂടി തന്നെയാണ് ഈ ചിത്രം ഏകദേശം തെളിഞ്ഞിരിക്കുന്നത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ സുരേഷ് ഗോപി എയർപോർട്ടിലെത്തും. അവിടെ നിന്ന് ഡൽഹിയിലേക്ക് തിരിക്കും. എന്തായാലും ഒരു കേന്ദ്രമന്ത്രി പദം ഏകദേശം ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഏതൊക്കെ വകുപ്പുകൾ, ക്യാബിനറ്റ് റാങ്ക് ലഭിക്കുമോ എന്നതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. ഗോപികൃഷ്ണൻ, സുരേഷ് ഗോപിയുടെ വകുപ്പ് ഏതായിരിക്കും എന്ന കാര്യത്തിൽ മാത്രമാണ് ഇപ്പോൾ അവ്യക്തതയുള്ളത്. അദ്ദേഹം 3ാം നരേന്ദ്രമോദി സർക്കാരിൽ മന്ത്രിയായി ഉണ്ടാകും എന്ന കാര്യത്തിൽ ഉറപ്പായി. നിയുക്ത കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഡൽഹിയിലേക്ക് തിരിക്കുകയാണ്. 12:30 അദ്ദേഹത്തിന്റെ വിമാനം. ഒപ്പം ഭാര്യയും അമ്മയുമുണ്ട്. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കാൻ സുരേഷ് ഗോപി എത്തും എന്ന് ഉറപ്പായിരിക്കുന്നു. നിയുക്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് ക്ഷണിച്ചിരിക്കുന്നു. അദ്ദേഹത്തിന്റെ നിർബന്ധത്തിന് വഴങ്ങിയാണ് അദ്ദേഹം പോകുന്നത്. ഉടൻ തന്നെ എത്താൻ പറഞ്ഞു എന്നാണ് സുരേഷ് ഗോപി മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോൾ പറഞ്ഞത്. ഏതായാലും രാഷ്ട്രപതി ഭവന്റെ ഔദ്യോഗിക ക്ഷണം കൂടി സുരേഷ് ഗോപിക്ക് ലഭിച്ചിരിക്കുന്നു. സുരേഷ് ഗോപി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി എന്ന് ഉറപ്പായി കഴിഞ്ഞു. നിയുക്ത കേന്ദ്രമന്ത്രിയായി സുരേഷ് ഗോപി ഡൽഹിയിലേക്ക് തിരിക്കുകയാണ്. കേരളത്തിന്റെ തമിഴ്നാടിന്റെയും അംബാസഡറായിട്ടായിരിക്കും താൻ MP എന്ന നിലയിൽ തന്നെ പ്രവർത്തിക്കുക. അതിന്റെ മുഴുവൻ ഗുണങ്ങളും കേന്ദ്രമന്ത്രിയാകുമ്പോഴും കിട്ടും എന്നാണ് അദ്ദേഹം മാധ്യമങ്ങളോട് നേരത്തെ പ്രതികരിച്ചത്. മാത്രമല്ല ഏത് വകുപ്പായിരിക്കും എന്ന കാര്യത്തിൽ അതെല്ലാം അദ്ദേഹം തീരുമാനിച്ചിട്ടുണ്ടാകും എന്നാണ് നിയുക്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സൂചിപ്പിച്ചുകൊണ്ട് സുരേഷ് ഗോപി പ്രതികരിച്ചത്. മറ്റ് വലിയ പ്രതികരണങ്ങളൊന്നും അദ്ദേഹം നടത്തിയിട്ടില്ല. വളരെ വേഗം എത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്.